ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഇതാണെന്ന് പറഞ്ഞ് ജംഗു യുൻസുവിനെ പരിചയപ്പെടുത്തും. ജംഗ്സന്റെ മുഖം മാറുന്നത് കാണുമ്പോൾ അവരുടെ പ്ലാൻ ക്യാൻസൽ ചെയ്തതുകൊണ്ടാണെന്ന് യുൻസു വിചാരിക്കും. ഞാൻ ഇവിടേക്കാണ് വരുന്നതെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് അവൾ പറയും. പക്ഷെ ആ ഒരു ഷോക്കിൽ ഒന്നും മിണ്ടാതെ ജംഗ്സൺ അവിടുന്ന് മാറിക്കളയും. യുൻസുവിനെ പറ്റിയാണ് ജംഗു ഇത്രയും കാലം പറഞ്ഞിരുന്നതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. അന്നേരത്തേക്ക് കേക്ക് കൊണ്ടു കൊടുക്കാനുള്ള സമയമാവും. എന്തോ പ്രശ്നമുണ്ടെന്ന് യുൻസുവിന് മനസ്സിലാവും. ഇന്ന് ജംഗ്സണുമായിട്ട് മീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ജംഗു വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ ആക്ട്രസിനെ മീറ്റ് ചെയ്യുന്ന കാര്യം എന്തായി എന്നൊക്കെ ഇവള് ചോദിക്കും. അവൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുകയാണെന്ന് ജംഗുവിന് മനസ്സിലാവും. ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ആളെ ഞാൻ വീണ്ടും കണ്ടുമുട്ടി. ഞങ്ങൾ വീണ്ടും ഡേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് ജംഗ്സൺ ആയിരുന്നു എന്ന് അവള് ജംഗുവിന്റെ അടുത്ത് പറയും. പക്ഷെ അവനത് കേൾക്കാത്ത മട്ടിലാണ് ഇരിക്കുന്നത്. കേക്ക് കൊണ്ടുവരാനുള്ള സമയമാവും. കേക്ക് എത്തുമ്പോഴത്തേക്കും കാര്യം എന്താണെന്ന് യുൻസുവിന് മനസ്സിലാവും. ആ കേക്ക് ജംഗ്സൺ ഡിസൈൻ ചെയ്തിരുന്നപ്പോൾ അവൾ അവിടേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് പ്രപ്പോസലിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുകയാണെന്ന് അവൻ പറഞ്ഞത് അവൾ ഓർക്കും. ജംഗു എന്തിനുള്ള പുറപ്പാടാണെന്ന് അവൾക്ക് മനസ്സിലാവും. ഇതിലൊരു കാര്യം മിസ്സിംഗ് ആണല്ലോ എന്ന് ജംഗു ജംഗ്സന്റെ അടുത്ത് ചോദിക്കും. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ജംഗ്സൺ അവനെ വിളിച്ചുകൊണ്ട് പോകും. ജംഗ്സൺ ജംഗുവിന് ആ റിംഗ് തിരിച്ചു കൊടുക്കും. എന്റെ ഗേൾഫ്രണ്ടിനെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് യുൻസു ആണെന്ന് അവൻ പറയും. ഞാൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന പെൺകുട്ടി യുൻസു ആണെന്ന് ജംഗുവും അവൻ്റെ അടുത്ത് പറയും. ഇത് ഒരു പ്രപ്പോസൽ ആണെന്ന് യുൻസുവിന് അറിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജംഗ്സൺ പറയുമ്പോൾ ജംഗു അത് സമ്മതിക്കും. ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പ്രപ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. രണ്ടുപേർക്കും മ്യൂച്വൽ ഫീലിംഗ്സ് ഇല്ലാതെ എന്തിനാണ് പ്രപ്പോസ് ചെയ്യാനായിട്ട് പോയതെന്ന് ചോദിക്കുമ്പോൾ എനിക്കതിനുള്ള അവകാശം ഉണ്ടെന്ന് ജംഗു പറയും. നീ കൂടെ ഇല്ലാതിരുന്ന 5 വർഷവും ഞാനാണ് യുൻസുവിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അവളുടെ സന്തോഷവും സങ്കടവും ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം ഈ 5 വർഷം ഞാനാണ് അടുത്ത് നിന്ന് കണ്ടറിഞ്ഞത്. ആ സങ്കടവും സന്തോഷവും എല്ലാം ഷെയർ ചെയ്തത് എൻ്റെ അടുത്താണ്. അവളുടെ ഫീലിങ്സ് അവൾ എങ്ങനെയാണ് ചെർച്ച് ചെയ്തതെന്ന് കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നി. എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ സ്നേഹം തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്നാണ് പറയും. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന റിലേഷൻ നേരത്തെ അറിയാമായിരുന്നു എന്ന് ജംഗ്സൺ ചോദിക്കും. ഈ അടുത്താണ് ഞാനത് അറിഞ്ഞത്. എന്നിട്ട് ഞാൻ പിന്മാറാഞ്ഞതാണ്. ഇനി പിന്മാറാൻ എനിക്ക് ഉദ്ദേശമില്ല, കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്കെന്ന് ജംഗ്സന്റെ അടുത്ത് ജംഗു പറയും. ഈ ഒരു സിറ്റുവേഷൻ ഇത്ര എത്തിയതിൽ എനിക്ക് ദേഷ്യമുണ്ട്. ആ ദേഷ്യം എനിക്ക് യുൻസുവിന്റെ അടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഈ 5 വർഷം ഞാൻ അനുഭവിച്ച വിഷമം നീ തിരിച്ചറിയുകയും അനുഭവിക്കുകയും വേണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഞാനിത് ചെയ്യുന്നതെന്നും ജംഗ്സന്റെ അടുത്ത് ജംഗു പറയും. യുൻസുവിനെ ഞാൻ കൊണ്ടുവിട്ടോളാം എന്ന് ജംഗു പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, അവൾ എൻ്റെ ഗേൾഫ്രണ്ടാണ്, എനിക്ക് യുൻസുവിന്റെ അടുത്ത് സംസാരിക്കണമെന്ന് ജംഗ്സൺ പറയും. ജംഗു യാത്ര പറയാൻ ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നതെന്ന് യുൻസു ചോദിക്കുമെന്ന് അവൻ പ്രതീക്ഷിക്കും. പക്ഷെ കാര്യം അറിയാവുന്നതുകൊണ്ട് അവളൊന്നും ചോദിക്കത്തില്ല. ഇന്ന് ഞാൻ ഇയാളെ പ്രപ്പോസ് ചെയ്യാൻ പോകുമായിരുന്നു എന്ന് ജംഗു പറയും. ജംഗ്സന്റെ കാര്യം നേരത്തെ പറയാത്തത് കൊണ്ട് അവൾ അപ്പോളജൈസ് ചെയ്യും. നിങ്ങളുടെ റിലേഷൻ എനിക്ക് അറിയായിരുന്നു എന്നാണ് അന്നേരം ജംഗു പറയുന്നത്. ഈ 5 വർഷവും ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം വിശ്വാസമുണ്ട്. ഏത് സന്ദർഭത്തിലും എന്നെ ആശ്രയിക്കാൻ പറ്റുമെന്ന് ഇയാൾക്ക് അറിയാം. അപ്പോൾ സ്വാഭാവികമായും ഇയാൾ എപ്പോഴെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടാണ് ജംഗു അവിടുന്ന് പോകുന്നത്. ഫ്ലാഷ് ബാക്ക് ആണ് പിന്നീട്. ആദ്യത്തെ ഡ്രാമ സക്സസ് ആയതിനു ശേഷം പല പ്രൊഡക്ഷൻ കമ്പനീസും കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് യുൻസുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അതൊക്കെ റിജക്ട് ചെയ്യും. ജംഗുവിന്റെ കമ്പനിയുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. യുൻസു വീട് മാറുമ്പോൾ ഹൗസ് വാമിംഗ് ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട് ജംഗു സമയമില്ലാഞ്ഞിട്ടും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇയാൾ നല്ലൊരാളാണ്, ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട് പറ്റട്ടെ എന്ന് യുൻസു പറയുമ്പോൾ അന്നേരവും ഇയാളെ കല്യാണം കഴിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് ജംഗു പറയുന്നുണ്ട്. പക്ഷെ അവൻ പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവളെ അൺകംഫർട്ടബിൾ ആക്കത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ പ്രോമിസ് അവൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ രണ്ടുപേരും ഓർക്കും. ജംഗ്സൺ റൂഫ് ടോപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുവായിരുന്ന യുൻസുവിന്റെ അടുത്തേക്ക് ചെല്ലും. അന്നത്തെ ദിവസത്തെ പറ്റി അവൾക്ക് യാതൊരു ഊഹവും ഇല്ലായിരുന്നു എന്ന് അവൻ അറിയായിരുന്നു എന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് ആശ്വാസമാവും. ആരെങ്കിലും ശ്രമിക്കുവാണെങ്കിൽ നമ്മുടെ റിലേഷൻ ഷേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടി എനിക്കുണ്ടെന്ന് ജംഗ്സൺ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ജംഗുവിൻ്റെ അടുത്ത് എനിക്ക് എപ്പോഴും നന്ദി മാത്രമേ ഉള്ളൂ, ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, അതിനപ്പുറം ഒന്നുമില്ല എന്ന് അവൾ പറയും. പൂജുണും സൂജങ്ങും കൂടി റെസ്റ്റോറൻറ്റിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ഹോങ്ങയുടെ കോള് വരും. അവൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവൾക്ക് ഇഷ്ടമുള്ളൊരു ഡിഷ് ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്ത് തരാമോ എന്നാണ് ചോദിക്കുന്നത്. റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി, ഞാൻ റെഡിയാക്കി വെക്കാമെന്ന് പൂജൻ അവളോട് പറയുന്നത് കേൾക്കുമ്പോൾ സൂജങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. യുൻസു പിറ്റേ ദിവസം ജംഗുവിന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ആ ഫേമസ് ആക്ട്രസിനെ മീറ്റ് ചെയ്യുന്നത്. തലേദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്നെ ഫേസ് ചെയ്യാനായിട്ട് യുൻസുവിന് കുറച്ച് ഓക്വേർഡ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആക്ട്രസ് വന്നു കഴിയുമ്പോഴത്തേക്കും അതൊക്കെ അവൾ മറന്നു പോകും.
യുൻസോന്റെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അഭിനയിക്കാത്തത്. അതുകൊണ്ട് തന്നെ അടുത്ത ഡ്രാമയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ആദ്യം എന്നെ കാണിക്കണമെന്ന് ആക്ട്രസ് പറയുന്നത് കേൾക്കുമ്പോൾ യുൻസോന് സന്തോഷവും. ജെങ്സന്റെ അമ്മയും പാർട്ണറായ ഡാനിയലും കൂടി റെസ്റ്റോറന്റിലേക്ക് കഴിക്കാൻ വരുമ്പോൾ അവിടെ സാധാരണ പോലെ ആളുകളൊന്നുമില്ല. എന്താ പറ്റുകയെന്ന് ഡാനിയൽ ചോദിക്കും. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കസ്റ്റമേഴ്സിനെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മോന്റെ ബിസിനസ് നല്ലതായിട്ട് പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ, ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് അമ്മ സംസാരിക്കും. എന്നിട്ട് അയാൾ പോക്കറ്റ് മണി കൊടുക്കാത്തതിനെ പറ്റി ചോദിക്കുന്നുണ്ടേ പ്രൊഫസേഴ്സിന് അത്രയ്ക്കൊന്നും പൈസ കിട്ടുന്നില്ല എന്ന് അയാൾ പറയും. ഇയാളെ കൂടുതലൊന്നും പോക്കറ്റ് മണി ആയിട്ട് എനിക്ക് തരുന്നില്ലല്ലോ എന്ന് അമ്മ അന്നേരം തിരിച്ചു ചോദിക്കും. അയാൾ അപ്പം തന്നെ എനിക്കൊരു അത്യാവശ്യമുണ്ട് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അമ്മ അതിനുശേഷം ജെങ്സനെ കാണാനായിട്ട് വരും. റെസ്റ്റോറന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഇനി മുതൽ ഞാൻ ആ TV ഷോയിൽ പോകത്തില്ല എന്നും അമ്മ പറയും. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നീ എന്താണ് എൻ്റെ അടുത്ത് ഒന്നും ഷെയർ ചെയ്യാത്തത്, ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയാനുള്ള അവകാശമുള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അമ്മയുടെ അടുത്തൊന്നും പറയത്തില്ല. ഹോങ്ങ പതിവ് പോലെ വന്നിട്ട് കിച്ചണിലേക്ക് പോകാനായിട്ട് തുടങ്ങും. പക്ഷെ സൂജൻ സമ്മതിക്കത്തില്ല. എല്ലാവർക്കും തോന്നിയ പോലെ പോകാൻ പറ്റിയ സ്ഥലമല്ല കിച്ചൺ, അതിന് പ്രത്യേക പെർമിഷൻ വേണമെന്ന് പറയും. ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോഴെല്ലാം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഞാൻ വരുന്നതിന് മുൻപായിരിക്കാം, ഞാൻ ഇല്ലാത്തപ്പോഴായിരിക്കാം, ഇവിടുത്തെ റൂൾ അതാണ്, അതുകൊണ്ട് അത് ഇയാള് പാലിച്ചേ പറ്റൂ എന്ന് പറയും. ഹോങ്ങ വന്നു എന്ന് പറയാനായിട്ട് അവള് കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ വൂജൂൺ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. അതും കൊണ്ടുവന്ന് ഹോങ്ങയ്ക്ക് കൊടുക്കും. പക്ഷെ അവളാണെങ്കിൽ അത് കാണുമ്പോൾ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവളുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും മുഴുവൻ വൂജൂണിന്റെ അടുത്താണ് അവൾ കാണിക്കുന്നത്. ഇത് പാക്ക് ചെയ്യാനായിട്ട് ഇയാളുടെ അടുത്ത് ആരാണ് പറഞ്ഞത്, ഞാൻ ഇവിടെ വന്ന് കഴിക്കാന്നല്ലേ പറഞ്ഞത്, പാക്ക് ചെയ്ത് വാങ്ങിക്കാനാണെങ്കിൽ എനിക്ക് വേറെ എവിടെന്നെങ്കിലും ഓർഡർ ചെയ്താൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അവന്റെ എഫേർട്ടിന് യാതൊരു വിലയും കൊടുക്കാത്ത രീതിക്കാണ് അവൾ സംസാരിക്കുന്നത്. അന്നേരം അവിടേക്ക് വരുന്ന സൂജൻ ഇത് കേട്ടിട്ട് എനിക്ക് ഇയാളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്താണെന്നുള്ള രീതിക്ക് ഹോങ്ങ നോക്കുമ്പോൾ വൂജൂണിനെ എനിക്ക് വേണം എന്ന് പറയും. അത് കേൾക്കുമ്പോൾ വൂജൂൺ ഇവളെ അന്തം വിട്ട് നോക്കും. ഹോങ്ങ അപ്പോൾ അവളെ നോക്കി ചിരിച്ചിട്ട് ചോദിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന വൂജൂണിനെ ഇഷ്ടപ്പെടാനായിട്ട് ഇയാൾക്ക് പ്രയാസമൊന്നുമില്ല എന്നാണ്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ വൂജൂണിനെ കുറച്ച് നാളായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ മറ്റൊരു പെൺകുട്ടി ഇത്ര മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇയാൾ എന്തായാലും വൂജൂണിനെ ഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് വൂജൂണിനെ എനിക്ക് തന്നേക്കൂ എന്നാണ് അവൾ പറയുന്നത്. അന്നേരം അഹങ്കാരത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഹോങ്ങ അവളുടെ അടുത്ത് പറയുന്നത് കഴിഞ്ഞ 8 വർഷമായിട്ട് വൂജൂൺ എന്നെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, അങ്ങനെ ഒരാളുടെ മനസ്സ് മാറ്റാനായിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്നാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ഇനി എന്നെ കാണുകയോ സംസാരിക്കുകയോ വേണമെന്നുണ്ടെങ്കിൽ സൂചകന്റെ സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ പ്രിപ്പയർ ചെയ്ത ആ ലഞ്ച് ബോക്സും തിരിച്ചെടുത്ത് സൂചകനെ വിളിച്ച് കിച്ചണിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ അത്രയ്ക്കും പത്തറ്റിക് ആയിരുന്നു അവിടെയെന്ന് അവൻ സൂചകന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഹോങ്ങ അങ്ങനെയൊക്കെ പെരുമാറുന്ന കണ്ടപ്പോൾ അവൻ പത്തറ്റിക് ആയിട്ട് തോന്നിയത് കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചകൻ അങ്ങനെ പറഞ്ഞു എന്നാണ് അവൻ വിചാരിക്കുന്നത്. ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് സൂചൻ നെർവസ് ആയിട്ടാണ് അവൻ്റെ അടുത്ത് പറയുന്നത്. എനിക്ക് ഇയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി, ആരും ഇതുവരെ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും എന്നെ രക്ഷിച്ചതിന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതിന് താങ്ക്സ് എന്ന് അവൻ പറയുമ്പോഴത്തേക്കും സൂചൻ പറയുന്നത് ഞാൻ പറഞ്ഞത് കള്ളമല്ല, ശരിക്കുള്ള കാര്യമാണെന്നാണ്. വീണ്ടും ഫുഡ് വേണമെന്നും പറഞ്ഞ് ജൂഹ ക്യുങ്ങിനെ അന്വേഷിച്ച് യുൻസുന്റെ വീട്ടിലേക്ക് വരും. അവരിങ്ങനെ ബിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെ ഹോങ്ങയും അവിടേക്ക് വരും ഫുഡ് വേണമെന്ന് പറഞ്ഞ്. രണ്ടുപേരും സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് ഡേറ്റ് ചെയ്ത് തുടങ്ങിയതെന്ന് ഹോങ്ങ ക്യുങ്ങിന്റെ അടുത്ത് ചോദിക്കും. ഞാൻ ഡേറ്റ് ചെയ്യല്ല എന്ന് ക്യുങ് അന്നേരം പറയും. എനിക്ക് പക്ഷെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, ഇയാൾക്ക് കുറച്ചും കൂടി നല്ലൊരാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നൊക്കെ ഉള്ള രീതിക്ക് ഹോങ്ങ പറയും. അത് കേൾക്കുമ്പോൾ ജൂഹിക്ക് ചെറുതായിട്ട് സങ്കടം വരുന്നുണ്ട്. അവൾ പക്ഷെ കാഷ്വൽ ആയിട്ട് ക്യുങ്ങിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്ക് എന്തോ പറയും. അത് കേൾക്കുമ്പോൾ ജൂഹ അവളെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കും. ക്യുങ്ങിന് സന്തോഷവും. ഒരുപാട് കാലം പരിചയമുള്ള ഫ്രണ്ട്സിനെ പോലെയാണ് യുൻസുവും ആ ആക്ട്രസും കൂടി സംസാരിച്ചത്. ആ ആക്ട്രസിന് യുൻസുവിന്റെ സ്ക്രിപ്റ്റ് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് കാണണമെന്ന് നിർബന്ധം പിടിച്ചതെന്ന് ജംഗു അവളോട് പറയും. എന്നിട്ട് അവളെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യും. പക്ഷെ അവൾക്കാണെങ്കിൽ തലേദിവസത്തെ സംഭവമൊക്കെ കാരണം പോകാനായിട്ട് കുറച്ച് മടിയുണ്ട്. ഇത് ഞാൻ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുന്നതല്ല, പ്രൊഫഷണലി ഇൻവൈറ്റ് ചെയ്യുന്നതാണ്, നമുക്ക് ഗുഡ് സോപ്പിലേക്ക് തന്നെ പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജെങ്സൺ തെറ്റിദ്ധരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ജെങ്സന്റെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടി ഗുഡ് സൂപ്പിലേക്കാണ് പോകുന്നത്. യുൻസുനെ കാണുമ്പോൾ ജെങ്സന് സന്തോഷമാവും. പക്ഷെ പുറകെ ജംഗു വരുന്ന കാണുമ്പോൾ അവന്റെ ചിരി മായുന്നുണ്ട്. അവന്റെ അടുത്തും കൂടി ഡിന്നറിന് വരാനായിട്ട് അവർ വിളിക്കുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ വരുന്നില്ല, നിങ്ങൾ രണ്ടും കൂടി കഴിച്ചോളൂ എന്നാണ് ജെങ്സൺ അവരോട് പറയുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഹോങ്ങയുടെ മനസ്സിൽ മുഴുവൻ സൂചൻ പറഞ്ഞ കാര്യങ്ങളാണ്. വൂജൂൺ ആദ്യമായിട്ടാണ് അവളുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുകയോ അങ്ങനെ കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അതൊന്നും അവളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് വൂജൂണിനെ വിളിച്ചു നോക്കും. പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതും കൂടി ആകുമ്പോൾ അവൾക്ക് ദേഷ്യവും. ജെങ്സന്റെ മുഖം കാണുന്ന തന്നെ യുൻസുവും ജംഗുവും കൂടി ഒന്നിച്ചാണോ വന്നതെന്ന് വൂജൂൺ അവനോട് ചോദിക്കും. അവൻ അതേന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ യുൻസുവും ജംഗുവും കൂടി എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്തോ ചിരിക്കുന്നുണ്ട്. അവനത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ സത്യത്തിൽ അവിടെ സംഭവിച്ചത്
ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ അൺകംഫർട്ടബിൾ ആണെന്ന് യുൻസു ജംഗുവിന്റെ അടുത്ത് പറയുന്നതാണ്. ഇയാൾക്ക് എപ്പോഴും മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെ വിളിച്ചു പറയാനായിട്ട് പറ്റുന്നുണ്ടല്ലോ എന്ന് ജംഗു അവളുടെ അടുത്ത് ചോദിക്കും. കഴിച്ചു കഴിയുന്നതാണ്, എനിക്ക് ജംഗ്ഷന്റെ അടുത്ത് സംസാരിക്കണം, അതുകൊണ്ട് പൊക്കോളൂ എന്ന് ജംഗുവിന്റെ അടുത്ത് അവൾ പറയും. പക്ഷെ എനിക്ക് ജംഗുവിന്റെ അടുത്ത് സംസാരിക്കാനുണ്ട്, ഇയാള് പൊക്കോളൂ, ഞാൻ പുറകെ വിളിക്കാമെന്ന് ജംഗ്ഷൻ അവളോട് പറയും. ഒരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആ ഫീലിങ്സ് നിർത്താനായിട്ട് പറ്റത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ മേളില് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കാനായിട്ട് പറ്റുമല്ലോ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ജംഗ്ഷൻ ജംഗുവിന്റെ അടുത്ത് ചോദിക്കും. ഇയാൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി യുൻസു ആണെന്ന് എന്നോട് തുറന്നു പറയാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഡ്രാമയിൽ ഇയാൾ അഭിനയിക്കാമെന്ന് സമ്മതിച്ചത് തന്നെ അത് യുൻസുവിന്റെ ഡ്രാമയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് പല അവസരങ്ങളും ഉണ്ടായിരുന്നു, അന്നൊന്നും എന്നോടത് തുറന്നു പറഞ്ഞില്ല. അതുകൊണ്ടാണെന്ന് ജംഗു പറയുമ്പോൾ എനിക്കന്ന് ആരോടും പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു, തന്നെ അല്ലാതെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയും. ഇയാൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇൻസെക്യൂർ ആകുന്നുണ്ടോ? ഞാൻ എന്തായാലും നിങ്ങളെ രണ്ടുപേരെയും ഷെയ്ക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് ജംഗു പറയുമ്പോൾ ഒരിക്കലും യുൻസു ഷെയ്ക്കണാവത്തില്ല, കാരണം കഴിഞ്ഞ 5 വർഷവും എന്നെ തന്നെയാണ് അവൾ സ്നേഹിച്ചുകൊണ്ടിരുന്നതെന്ന് ജംഗ്ഷൻ കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ഫൈറ്റിന്റെ ആവശ്യമുണ്ടോ എന്ന് ജംഗ്ഷൻ ചോദിക്കുമ്പോൾ ഇയാളെ സംബന്ധിച്ച് ഇതൊരു ഫൈറ്റ് അല്ല, കാരണം ഓൾറെഡി ഇയാൾക്ക് യുൻസു ഉണ്ട്. എന്റെ കാര്യം അങ്ങനെയല്ല, എനിക്ക് മാത്രമാണ് ഇതൊരു ഫൈറ്റ്. എന്റെ ലൈഫിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു, ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്താണ് നേടിയെടുത്തിട്ടുള്ളത്, ഇതും ഞാൻ അങ്ങനെ തന്നെ നേടാനായിട്ട് പോവാണ്, അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് ജംഗ്ഷനോട് ജംഗു പറയും. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യവും ചോദിക്കുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഇനിയാണ് ശരിക്കും ആരംഭിക്കാനായിട്ട് പോകുന്നതെന്നാണ് ജംഗു പറയുന്നത്. വിളിക്കാന്ന് പറഞ്ഞിട്ട് ജംഗ്ഷൻ വിളിക്കാത്തത് കൊണ്ട് യുൻസു അവനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരും. അവളെ നർവസ് ആണെന്ന് അവന് മനസ്സിലാവും. റസന്റെ നഷ്ടത്തിലാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ മെയിൻ ഇൻവെസ്റ്റർ ജംഗു ആണെന്ന് അവൻ അവളോട് പറയും. അത് കേൾക്കുമ്പോൾ അവളൊന്നും മിണ്ടത്തില്ല. പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് ജംഗ്ഷൻ അവളോട് പറയും. ഇയാളെ നർവസ് ആണോ എന്ന് അവളോട് ചോദിക്കുകയും ചെയ്യും. ഇല്ല, എന്നെ സംശയിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് അവൾ പറയുമ്പോൾ ഞാൻ കൂടെ ഇല്ലായിരുന്ന 5 വർഷവും ജംഗു ആണ് കൂടെ ഉണ്ടായിരുന്നത്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് യുൻസുവിന് അവനോട് നല്ല റെസ്പെക്ട് ഉണ്ടെന്നും അറിയാം, ഞാനൊരു കാരണവശാലും സംശയിക്കാനായിട്ട് പോകുന്നില്ല എന്ന് അവൻ യുൻസുവിന് ഉറപ്പ് കൊടുക്കും. എന്നിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവിടും. ജംഗ്ഷന്റെ ഇൻഹെറിറ്റൻസ് ഒക്കെ ഞാൻ അവനറിയാതെ പല പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടത്തിലായി എന്ന് ജംഗ്ഷന്റെ അമ്മ വന്ന് ജംഗുവിന്റെ അടുത്ത് പറയും. അവരെ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലാവും. എത്ര രൂപയാണ് ആവശ്യമുള്ളതെന്ന് അങ്ങോട്ടേക്ക് ചോദിക്കും. ഡാനിയലിന്റെ പെയിന്റിങ്സ് ഒക്കെ വിറ്റ് കഴിയുമ്പോൾ എനിക്ക് തരുന്ന പൈസ ഞാൻ തിരിച്ചടച്ചേക്കാമെന്ന് അവര് ജംഗുവിന് ഉറപ്പ് കൊടുക്കും. യുൻസുവിന്റെ അച്ഛനും അമ്മയും അവളെ കാണാനായിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നീ പറഞ്ഞ റെസ്റ്റോറന്റിൽ കഴിക്കാനായിട്ട് പറ്റിയില്ലല്ലോ, ഇന്ന് നമുക്ക് ലഞ്ചിന് അവിടെ പോകാമെന്ന് പറയും. ഗുഡ് സൂപ്പ് ആണെന്ന് കേൾക്കുമ്പോൾ ക്യുങ്ങും എക്സൈറ്റഡ് ആവും. യുൻസു അന്നേരം തന്നെ ജംഗ്ഷനെ വിളിച്ചിട്ട് അച്ഛനും അമ്മയും റെസ്റ്റോറന്റിലേക്ക് വരുന്നുണ്ടെന്ന് പറയും. വേണമെങ്കിൽ ഇന്ന് അവരെ മീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും അവന് പേടിയായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇന്ന് മീറ്റ് ചെയ്യണ്ട, നമുക്ക് മറ്റൊരു ദിവസം മീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ പക്ഷേ ജംഗ്ഷൻ സമ്മതിക്കത്തില്ല. എനിക്ക് ഇന്ന് തന്നെ യുൻസുവിന്റെ അച്ഛനും അമ്മയും കാണണമെന്ന് അവൻ പറയും. ജംഗ്ഷന്റെ അമ്മയും ഡാനിയലും അന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഗുഡ് സൂപ്പിലേക്ക് തന്നെ വരും. വാഷ്റൂമിലേക്ക് പോയിട്ട് ഇറങ്ങി വരുന്ന യുൻസുവിന്റെ അമ്മ കാണുന്നത് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ജംഗ്ഷന്റെ അമ്മയാണ്. അവർക്ക് പരസ്പരം അറിയത്തില്ലല്ലോ. അവരിങ്ങനെ ഒരുങ്ങുന്ന കാണുമ്പോഴത്തേക്കിനും യുൻസുവിന്റെ അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒളിഞ്ഞു നോക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജംഗ്ഷന്റെ അമ്മ യുൻസുവിന്റെ അമ്മ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞു നോക്കുന്നത്, നോക്കണമെങ്കിൽ അങ്ങ് നേരെ നോക്കിയാൽ പോരെ. യുൻസുവിന്റെ അമ്മ അപ്പോളജൈസ് ചെയ്തിട്ട് തിരിച്ചു വരും. വന്നിരുന്ന് കഴിയുമ്പോൾ ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അവരെ റെസ്റ്റ് റൂമിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരുങ്ങുമായിരുന്നു, അവരെ ഒരുപാട് എഫേർട്ട് ഇടുന്നത് പോലെ തോന്നി. കൂടെ ഉള്ളത് ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നില്ല, പാർട്ട്ണർ ആയിരിക്കാം, അവർ ഡേറ്റ് ചെയ്യായിരിക്കാം, അയാളെ കണ്ടിട്ട് പ്രായം കുറവാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ക്യുങ്ങും അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. യുൻസുവിന്റെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതും അവരോട് സംസാരിക്കുന്നതും ഒക്കെ ജംഗ്ഷന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെന്നെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, എന്നെ പറ്റി ആയിരിക്കും സംസാരിക്കുന്നത് എന്നുള്ള രീതിക്ക് ഡാനിയലിന്റെ അടുത്ത് അവർ പരാതി പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിക്കാണ് ഡാനിയൽ അവരോട് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് യുൻസു ജംഗ്ഷനെ കാണാനായിട്ട് മേളിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അവനാകെ നെർവസ് ആണെന്ന് മനസ്സിലാവും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഇടണ്ട, ഇയാൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ വന്ന് നിന്നാൽ മതി, എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തായാലും ഇയാളെ ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ധൈര്യം കൊടുത്തിട്ടാണ് യുൻസു അവനെ വിളിച്ചുകൊണ്ട് താഴേക്ക് വരുന്നത്. അവിടേക്ക് വരുമ്പോൾ അവനെ കാണുന്ന തന്നെ അവന്റെ അമ്മ കൈ കാണിക്കും അവന്റെ പേര് വിളിച്ചിട്ട്. അപ്പൊ തന്നെ അവളെ കാണുമ്പോൾ അവളുടെ അമ്മയും കൈ കാണിക്കും. രണ്ടുപേരുടെയും പേര് വിളിക്കുന്ന കണ്ടിട്ട് ഇവരിങ്ങനെ നോക്കുമ്പോൾ രണ്ട് ഫാമിലീസും ഉണ്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന കേട്ടിട്ട് യുൻസുവിന്റെ അമ്മയും ജംഗ്ഷന്റെ അമ്മയും പരസ്പരം നോക്കും. അന്നേരമാണ് അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നത്. ഇതൊരു അൺഎക്സ്പെക്ടഡ് ഫാമിലി ഗാദറിംഗ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ എന്നുള്ള ഷോക്കിലാണ് ജംഗ്ഷനും യുൻസുവും.